ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബൻ്റെ പ്രൈമറാണ്. ഈ പ്രൈമർ അത്ര വലിയ നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ അതുകൊണ്ടാവും. പ്രൈമർ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസൊക്കെ നല്ലോണം ബ്ലെൻഡാക്കി കൊടുക്കണം. ഞാൻ ആദ്യം മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പ്രൈമർ യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ എൻവൈബൻ്റെ കൺസീലർ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ കൺസീലർ പാലറ്റ് കൊണ്ട് തന്നെ കളർ കറക്റ്റും കൺസീലൊക്കെ ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ഒരു കറൻറ്റ് ഫേവറേറ്റ് കൺസീലറാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രഷ് അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ. ഞാൻ അധികം കൈ കൊണ്ട് തന്നെയാണ് ഒക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാൻ പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ബ്രഷൊക്കെ ഉപയോഗിക്കുക. അധികം എനിക്ക് വിരലുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെയാണ് കൂടുതലായിട്ട് ഒരു കംഫർട്ട് കിട്ടുക. നെക്സ്റ്റ് എൻവൈബൻ്റെ തന്നെ സിറം ഫൗണ്ടേഷനാണ്. എനിക്ക് ഫൗണ്ടേഷൻ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ യൂസ് ചെയ്യണത്. ഞാൻ ഒന്നെങ്കിൽ BB ക്രീം അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെയാണ് യൂസ് ചെയ്യൽ. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങി നോക്കിയതാണ് എൻവൈബൻ്റെ സിറം ഫൗണ്ടേഷൻ. നല്ല ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാൻ സ്ട്രോബ് ക്രീമിൽ കൂടി എൻവൈബൻ്റെ തന്നെ സ്ട്രോബ് ക്രീമിൽ കൂടി കൂട്ടിയിട്ട് ബ്ലെൻഡാക്കിയിട്ടാണ് യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഗ്ലോയും ഒന്നുകൂടി നാച്ചുറലായിട്ടും തോന്നും. അതിന്മേൽ എന്തൊക്കെ നൂലൊക്കെ ഉണ്ട്, അതാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ചെറിയ വന്നു. നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് ഫുൾ ഫേസ് ഒന്ന് ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഗൈസ്, എൻ്റെ പേര് ഷഹല ഷെറിൻ എന്നാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് എന്താ ഇതൊന്നും അറിയില്ല. ഞാൻ ഓരോ ക്രിയേറ്റേഴ്സിൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാനും ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചത്. ഞാൻ കുറേ ആയി വിചാരിക്കണു. ഇപ്പോഴാണ് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയത്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് നമ്മൾ കൺസീലർ പാലറ്റിൽ നിന്ന് നിങ്ങൾ ഒരു കറക്റ്റ് ഷെയ്ഡ്, എൻ്റെ കറക്റ്റ് ഷെയ്ഡൊന്നുമല്ല ഈ പാലറ്റ്, ഞാൻ ഏകദേശം ഒക്കെ ഒരു മാച്ച് എന്നുള്ള പോലെ കൺസീൽ ചെയ്യുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ യൂസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ, പിന്നെ നോസിൻ്റെ സൈഡിൽ, ലിപ്പിൻ്റെ സൈഡിൽ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് നോസിൽ ഒന്ന് കോണ്ടൂർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ആദ്യമായിട്ടാണ് കോണ്ടൂർ ചെയ്യാൻ നോക്കണേ. ഞാൻ അങ്ങനെ കോണ്ടൂർ ചെയ്യലില്ല, അപ്പം അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇനി നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൈ കൊണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ ബ്ലെൻഡാക്കി കൊടുക്കാനാണ് ഇഷ്ടം. കൺസീലർ നല്ലോണം സെറ്റാക്കി കൊടുത്തേക്കണ്. ഇനി നെക്സ്റ്റ് സുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണിത്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ബ്ലഷ് ആയിട്ടാണ് യൂസ് ചെയ്യുക. എനിക്കത് ലിപ്പിലിട്ടിട്ട് ഭയങ്കര വാഷ് ഔട്ട് ആവണ പോലെ തോന്നി. അപ്പോൾ പിന്നെ ബ്ലഷ് ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബ്ലഷ് കൂടിപ്പോയി. ബ്ലെൻഡ് ചെയ്ത് ശരിയാക്കാം. മൂക്കിലൊക്കെ ആരോ തല്ലിയ പോലെ ഉണ്ട്. ബ്ലഷ് കുറഞ്ഞു പോയോന്നാട്ടോ നോക്കണേ. നെക്സ്റ്റ് കൺസീലറിൻ്റെ വേറൊരു ഷെയ്ഡ് എടുത്തിട്ട് ഒന്നും കൂടി ആ ബ്ലഷിൻ്റെയും കണ്ണിൻ്റെയും രണ്ടിൻ്റെയും ഇടയിലുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് കൺസീൽ ഒന്നും കൂടി ചെയ്തെടുക്കുക.
നെക്സ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ട് കോമ്പാക്റ്റ് ഒന്ന് ജസ്റ്റ് ഞാൻ കോമ്പാക്റ്റ് എല്ലായിടത്തും യൂസ് ചെയ്യൂല. ഞാൻ കണ്ണിൻ്റെ താഴെ ലിപ്പിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കും. മൊത്തത്തിൽ കോമ്പാക്റ്റ് ഇട്ട് കൊടുത്താൽ നമ്മളെ മേക്കപ്പ് ഡ്രൈ ആയ പോലെ ഫീലാവും. നെക്സ്റ്റ് ഞാൻ ഐ ലുക്കാണ് ചെയ്യണത്. ഇത് ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിയ ഐഷാഡോ പാലറ്റാണ്. ഇതിൻ്റെ ലിങ്കൊന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. നല്ല ഐഷാഡോ പാലറ്റ് കേട്ടോ, നല്ല പിഗ്മെൻറ്റഡ് ആണ്. ആദ്യം പിങ്കും പിന്നെ ഒരു ഗ്ലിറ്റർ ഷെയ്ഡും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. എനിക്ക് വെറുതെ പിങ്ക് അങ്ങനെ യൂസ് ചെയ്യണ ഒരു മാറ്റ് ഫിനിഷാണ് തോന്നുക. പിന്നെ ആ ഗ്ലിറ്റർ ഷെയ്ഡ് ഒന്ന് ഞാൻ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ താഴെ കുറച്ച് പിങ്ക് ഷെയ്ഡ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐലൈനർ യൂസ് ചെയ്യുന്ന ആ ഭാഗത്തൊന്ന് സ്മോക്കി പോലെ ചെയ്യുന്നുണ്ട്. ഗൈസ്, എനിക്ക് ഓൺ വോയിസ് ചെയ്യാൻ കുറച്ച് ഷൈ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണത്. നമുക്ക് ആക്കും പോലെ ശരിയാക്കാൻ തോന്നുന്നു. ശരിയാക്കാം. നെക്സ്റ്റ് കുറച്ചും കൂടി പൗഡർ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഐഷാഡോ പാലറ്റിലുള്ള ഒരു ബ്ലഷ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ചെയ്യാൻ ഞാൻ സാധാ നോർമൽ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഐബ്രോ ചെയ്യൽ. ഐബ്രോ ജെല്ലൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല. ഐബ്രോ ജെല്ലൊക്കെ യൂസ് ചെയ്ത് പുരുഷമാവണ പോലെ എനിക്ക് തോന്നും. മിറർ യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത്. എനിക്ക് ഫോണിൽ നോക്കിയിട്ട് ശരിയാവില്ല. ഐലൈനറൊക്കെ ഞാൻ ഫോണിൽ നോക്കിയിട്ടിടും. അതൊന്നും എനിക്ക് വലിയ സീനില്ല. നെക്സ്റ്റ് ഒരു കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര നല്ലതാട്ടോ. ഇത് സ്മഡ്ജൊന്നും ആവില്ല. നെക്സ്റ്റ് മാർസിൻ്റെ മസ്കാര കേട്ടോ യൂസ് ചെയ്യണത്. എനിക്ക് ഈ മസ്കാര അടിപൊളിയായിട്ട് തോന്നിയത്. ഭയങ്കര വോളിയം തരുന്ന പോലെ തോന്നി. പിന്നെ റിമൂവ് ചെയ്യാൻ കുറച്ച് പാടാണ് മാർസിൻ്റെ മസ്കാര. ബട്ട് കുഴപ്പമില്ല തോന്നുന്നു. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. മസ്കാര യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ ഐലൈനർ യൂസ് ചെയ്യുക. എനിക്ക് ഐലൈനർ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പൊതുവേ ഞാൻ ആ കാജൽ വെച്ച് ജസ്റ്റ് അടിയിലൊന്ന് ലൈൻ ചെയ്തിട്ട് അങ്ങനെ പോവലാണ്. പിന്നെ ഐലൈനർ ഇങ്ങനെ അല്ല വീഡിയോ എടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ അധികം ഫങ്ഷന് പോകുമ്പോൾ ഒന്നും ഐലൈനർ യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഇതേതോ ഒരു മീഷോന്ന് വാങ്ങിയ ഐലൈനർ കേട്ടോ. ഞാൻ ഐലൈനറിൽ അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഐലൈനർ ഇട്ടപ്പോൾ നല്ലതായിട്ട് വന്നു. ഫസ്റ്റ് ടൈമാണ്. ഇട്ട ലിപ്സ്റ്റിക്ക് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് കൊടുത്തിരുന്നു. നെക്സ്റ്റ് ലിപ്പിൽ യൂസ് ചെയ്യുന്നത് മെബിലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു ക്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്കിൻ്റെ. ഇത് നമ്മളെ ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കും. ബ്രൈഡ്സിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഷെയ്ഡാണിത്. നെക്സ്റ്റ് മാർസിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കൂടി ഞാൻ കൂട്ടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു ഷെയ്ഡ് മാത്രം യൂസ് ചെയ്താൽ ഒരു മനസ്സമാധാനം കിട്ടില്ല. 2 ഷെയ്ഡ് മിക്സാക്കി ഇട്ടാലുള്ളൊരു സുഖം ഉണ്ടാവുക. നെക്സ്റ്റ് മാർസിൻ്റെ തന്നെ ഒരു ലിപ് ഗ്ലോസ്സാണ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ് ഗ്ലോസ്സാണ്. എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ഗ്ലോസ്സാണ് കേട്ടോ. പക്ഷേ ഈ ലിപ് ഗ്ലോസ് ഇട്ടാൽ സ്മഡ്ജാവും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബട്ട് ഇങ്ങനെ ഇടാൻ നല്ല രസമാണ്. ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ കാണാൻ. നെക്സ്റ്റ് നമ്മൾ ഹെയർ ഒന്ന് കോംബ് ചെയ്യാണ്. ഷോർട്ട് ഹെയർ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യാം കേട്ടോ.
ഗൈസ് അപ്പോൾ എത്രേ ഉള്ളൂ, നമ്മൾ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനങ്ങനെ ഓവർ ആക്കിയിട്ടില്ല, ഫൗണ്ടേഷനൊക്കെ ഇട്ട് അങ്ങനെ ഒന്നും ഓവർ ചെയ്തിട്ടില്ല. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ ഓക്കെ, ബൈ.